എല്ലാവർക്കും എജ്യൂ സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ഗണിതം ഭാഗങ്ങളുടെ സംഖ്യകൾ എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ ഒരു കുട്ടിയുടെ മിനിമോൾ എന്ന് പറഞ്ഞ കുട്ടിക്ക് അമ്മ ദോശ ചുട്ടു കൊടുക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മിനിമോൾ 2 ദോശ ഓൾറെഡി കഴിച്ചു. ഇനി മിനിമോൾക്ക് അര ദോശ മതി എന്നാണ് പറഞ്ഞത് അല്ലേ. മിനിമോൾക്ക് അര ദോശ മതി. അപ്പോൾ അര ദോശ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ദോശ, അപ്പോൾ ഇതൊരു ദോശയാണ്. ഈ ദോശയുടെ പകുതി മതി. അപ്പോൾ ഇതാണ് പകുതി. അപ്പോൾ 2ൽ 1 ഭാഗം, ഇത് 2 ഭാഗമുണ്ട്, 2ൽ 1 ഭാഗം എന്ന് പറയുന്നതാണ് അര ദോശ അല്ലെ, അര. അപ്പോൾ 2ൽ 1 ഭാഗം മതി മിനിമോൾക്ക്. അപ്പോൾ ഇത്രയും ഭാഗം മതി, ഈ ഭാഗം വേണ്ട. അപ്പോൾ 2 ദോശ ഒരു നമുക്ക് കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അനിയത്തിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, പകുതി ഭാഗം ആർക്ക് കൊടുത്തു? പകുതി ഭാഗം അനിയത്തിക്ക് കൊടുത്തു, ഇത്രയും ഭാഗം. അപ്പോൾ 2ൽ 1 ഭാഗം അനിയത്തിക്കും ഇപ്പുറത്തെ ഭാഗം നിങ്ങൾക്കും. അപ്പോൾ 2ൽ 1 ഭാഗം നിങ്ങൾക്കും കിട്ടി അല്ലേ, 2ൽ 1 ഭാഗം നിങ്ങൾക്കും കിട്ടി. അപ്പോൾ അര ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ, അര ഭാഗം. പകുതി നിങ്ങളുടെ അനിയത്തിക്കും പകുതി നിങ്ങൾക്കും കിട്ടി. അപ്പോൾ ഒരു കേക്കിൻ്റെ 2ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ്? അര ഭാഗം. 2ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, 1/2 ഭാഗം. അപ്പോൾ ഇതിൽ നോക്കിയാൽ അരവട്ടം നീല, അരവട്ടം ചുവപ്പ്, അരയാണ്. അപ്പോൾ ഇത് 1/2 ആണ്. അര എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, ഇനി നമ്മളൊരു കയറെടുത്തു. ഒരു 1 മീറ്റർ നീളത്തിലുള്ള ഒരു കയറെടുത്തു. നിങ്ങൾ 1 മീറ്റർ നീളത്തിലുള്ള ഒരു കയറെടുത്തു. ആ കയർ 1 മീറ്റർ നീളമാണ് കേട്ടോ. ഓക്കെ, 1 മീറ്റർ നീളമുള്ള ഒരു കയർ, 1 മീറ്റർ നീളമുള്ള ഒരു കയർ. ഇതിനെ നമ്മൾക്ക് 2 ഭാഗം പകുതിയായിട്ട് മുറിക്കണം. പകുതി സെയിം അളവിലുള്ള 2 സമമായിട്ടുള്ള ഭാഗമായിട്ട് നമ്മളിതിനെ മുറിച്ചു. അപ്പോൾ ഈ ഭാഗം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 1 മീറ്ററുള്ള ഒരു കയറിനെ 2 ഭാഗമായിട്ട് തുല്യ ഭാഗമായിട്ട് മുറിച്ചാൽ ഈ ഭാഗം എത്രയാണ്? അപ്പോൾ 2ൽ 1 ഭാഗം അല്ലേ, ഇത് 1, ഇത് 2 അല്ലേ, 2ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ഈ ഭാഗം എത്രയായിരിക്കും? 2ൽ 1 ഭാഗം 1/2. അപ്പോൾ ഇവിടെ മീറ്ററിൻ്റെ ഇതുണ്ട്, 1 മീറ്ററിൻ്റെ പകുതി, അപ്പോൾ 1/2 മീറ്റർ. അപ്പോൾ ഇതും 1/2 മീറ്ററാണ്. അപ്പോൾ 1 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 മീറ്ററാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ പകുതി വര നീലയും പകുതി വര ചുവപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അരഭാഗം അല്ലേ, 1/2 ഭാഗമാണ് അല്ലേ. ഇത് 1/2 ആണ്, ഇത് 1/2 ആണ് അല്ലേ. 1 മീറ്ററിൻ്റെ പകുതി നീളത്തെ അര മീറ്റർ എന്ന് പറയാം. അപ്പോൾ അര മീറ്റർ നീല, ഇത് അര മീറ്റർ നീലയും ഇതെന്താണ്? അര മീറ്റർ ചുവപ്പുമാണ്, അര മീറ്റർ ചുവപ്പുമാണ്. ഓക്കെ, അപ്പം അത്ര മനസ്സിലായല്ലോ. ഇനി 1 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് ഒരുപോലെ കൊടുത്തു, ഒരാൾക്ക് എത്ര കിട്ടി? അപ്പം അര ലിറ്ററാണ് ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 1 ലിറ്റർ പാലിൻ്റെ പകുതി ഒരാൾക്ക് കിട്ടിയപ്പോൾ എത്രയാണ്? അര ലിറ്റർ. പകുതി അര ലിറ്റർ അല്ലേ, 1 ലിറ്ററിൻ്റെ പകുതി അതായത് അര ലിറ്റർ. ഒരുപോലെയുള്ള 2 ഭാഗങ്ങളിൽ ഒന്നാണ് പകുതി അല്ലെങ്കിൽ അര. അപ്പോൾ അര എന്നാണ് പറയുക. അര എന്നോ 2ൽ 1 ഭാഗം എന്നോ ആവശ്യം പോലെ നമുക്ക് വായിക്കാം. മിനിക്ക് വേണ്ടത് ദോശയുടെ അരഭാഗം. വീട്ടിലെ വട്ടത്തിൽ നീല നിറം കൊടുത്തത് അതിൻ്റെ അരഭാഗം, ചുവപ്പ് നിറം കൊടുത്തത് അരഭാഗം. അപ്പം മിനിക്ക് കിട്ടിയത് ഈ അരഭാഗമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ അരഭാഗം കിട്ടി. അപ്പോൾ ദോശയുടെ എന്താണ്? അരഭാഗം മതി ആർക്ക്? മിനിക്ക്. അപ്പോൾ അരഭാഗം ദോശയാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് അല്ലേ, അരഭാഗം ദോശ. ഓക്കെ, ഇനി ഈ 1 മീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മൾ പറഞ്ഞു അര മീറ്റർ. ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് അര മീറ്റർ ആയിട്ടാണോ? ആണോ? ഇത് അര മീറ്റർ ആണോ? അപ്പോൾ ഇത് അല്ല എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ഇത് ഒരുപോലെ അല്ല. അപ്പോൾ ഇത് അരഭാഗം അല്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇതെടുത്തപ്പോൾ ഇതിൽ 2 തുല്യ ഭാഗമാവണം അല്ലേ. അപ്പോൾ ഒരു വട്ടത്തിൻ്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ 2 തുല്യ ഭാഗങ്ങളാവണം. ഇതിപ്പോൾ ശരിയായിട്ടില്ല ടീച്ചർ വരച്ചത്, ഇങ്ങനെ ആക്കിയിട്ട് 2 തുല്യ ഭാഗം, ഒരു വട്ടം വരച്ചു. ഓക്കെ, അതിൻ്റെ 2 തുല്യ ഭാഗം. അപ്പോൾ ഇത് തുല്യമായിരിക്കണം. ഇവിടെയും അര വേണമെങ്കിൽ എന്താണ്? ഈ ഭാഗവും തുല്യമായിരിക്കണം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും തുല്യമല്ല, തുല്യമായിട്ടല്ല. അപ്പോൾ ഇവിടെ ആരാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇത് അരയിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ രണ്ട് തുല്യ ഭാഗം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കയറിൻ്റെ കാര്യത്തിലും അപ്പോൾ 1 മീറ്ററിൻ്റെ പകുതി 2 തുല്യമായിട്ടാണ്. ഇവിടെ അരമീറ്ററും ഇവിടെ അരമീറ്ററാണുള്ളത്. അരമീറ്റർ അര പ്ലസ് അര എന്ന് പറയുന്നത് ഒന്നല്ല. അപ്പോൾ 1 മീറ്ററിന് 2 തുല്യ ഭാഗങ്ങളായിട്ടാണ്. തുല്യം ഓർക്കണം, തുല്യ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ. അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ നോക്കൂ. ഈ സമചതുരത്തിൻ്റെ അരഭാഗം 2 രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെയാണ് സ്ക്വയറിനെ നമുക്ക് കറക്റ്റായിട്ട് ഹാഫായിട്ട് നമുക്ക് എങ്ങനെ ആക്കാം? സ്ക്വയറിനെ നോക്കിയേ, ഇങ്ങനെ മുറിക്കാം. അര ഒരുപോലെ 2 തുല്യ ഭാഗങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും മുറിക്കാം. അപ്പോൾ അര അപ്പോൾ തുല്യമായിട്ട് നമുക്ക് സ്ക്വയറിനെ 2 രീതിയിൽ മുറിക്കാം. അപ്പോൾ 2 ഭാഗവും എന്താണ്? തുല്യമായിരിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. 2 ഭാഗവും തുല്യമായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ക്വയറിനെ നമ്മൾ തുല്യമായിട്ട്, ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റാണെന്നിരിക്കും, ഇതിനെ നമ്മൾ എന്താണ് തുല്യമായിട്ട് വേണം വിഭജിക്കാൻ. അപ്പോൾ ഇങ്ങനെ വിഭജിച്ചാലും ഇവിടെ എന്താണ്? അര. ഇപ്പുറത്ത് എന്താണ്? അര. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ 2 ഭാഗം അര അല്ലേ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ മുറിക്കാം അല്ലേ. ഇങ്ങനെയും മുറിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മുറിക്കാം? നേരെ താഴേക്ക് മുറിക്കാം. അരഭാഗമായിട്ട് മുറിക്കാം. അപ്പോൾ ഇതും അര. അപ്പോൾ 2 തുല്യ ഭാഗങ്ങളായിട്ട് തുല്യമായിരിക്കണം എന്നുള്ളൂ. 2 ഭാഗങ്ങളും തുല്യമായിരിക്കണം. നമ്മൾ സ്ക്വയർ ബിസ്ക്കറ്റ് എടുത്തു, അത് നമ്മൾ എന്ത് ചെയ്തു? 2 തുല്യ ഭാഗമായിട്ട് മുറിച്ചു. ഒരെണ്ണം നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 തുല്യമായ ഭാഗമായിട്ട് മുറിച്ചിട്ട് ഒരെണ്ണം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 2ൽ 1 ഭാഗം കിട്ടി. ഇപ്പം നിങ്ങൾക്ക് 2ൽ 1 ഭാഗം അരഭാഗം ഹാഫ് കഷ്ണമായിട്ട് മുറിച്ചത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പകുതികൾ പലതരം. ഇനി കടലാസിൽ ഒരു വട്ടം വരച്ച് വെട്ടിയെടുക്കുക. പകുതി തരാമെന്ന് പറഞ്ഞിട്ട് അതും പകുതി തന്നെ. ആദ്യം തരാമെന്ന് പറഞ്ഞതിൻ്റെ പകുതി. അപ്പോൾ നമ്മളൊരു വട്ടം വരച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ അരഭാഗമായിട്ട് ഇവിടെ മുറിച്ചു. കണ്ടില്ലേ? ഇതൊരു അരഭാഗമാണ്, ഇതൊരു അരഭാഗമായിട്ട് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ മുറിച്ചു. അതിനുശേഷം ഈ കഷ്ണങ്ങൾ ഓരോന്നിനെയും വീണ്ടും കൃത്യമായി മടക്കി മുറിച്ചാലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വട്ടം കിട്ടും, ഒരു റൗണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിനെ നമ്മൾ ഇങ്ങനെ ആദ്യം മുറിച്ചു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെയും മുറിച്ചു. അപ്പോൾ ഇപ്പോൾ എത്ര കഷ്ണമായി? 4 ഭാഗമായിട്ട് മാറിയില്ലേ? 1 2 3 4 ഭാഗമായിട്ട് മാറി. അപ്പോൾ ഇതിൽ 4 സമഭാഗങ്ങളായിട്ടാണ് മാറി. നോക്കിയൊക്കെ, സമഭാഗം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ 4ൽ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമ്മൾ പകുതി എന്ന് പറയുമ്പോൾ ഇത് അരഭാഗം, ഇത് അരഭാഗം. അതിനെ ഒന്നും കൂടി മുറിച്ചാൽ വട്ടത്തിന് 4ൽ 1. ഇപ്പോൾ ഈ ഭാഗം ആർക്ക് കൊടുത്തു? മിനിക്ക് കൊടുത്തു. ഇത് റിച്ചുവിന് കൊടുത്തു. ഇത് വിഷ്ണുവിന് കൊടുത്തു. പിന്നെ ഇത് ആദിക്ക് കൊടുത്തു. അപ്പോൾ റിച്ചുവിന് എത്ര ഭാഗം കിട്ടി? 4 ഭാഗങ്ങളല്ലേ ആകെ ഉള്ളത്. 4ൽ എത്ര ഭാഗം കിട്ടി? 1 ഭാഗമാണ് റിച്ചുവിന് കിട്ടിയത്. ആദിക്ക് എത്ര കിട്ടി? 4 കഷ്ണമില്ലേ? 4 കഷ്ണത്തിൻ്റെ 1 ഭാഗം ആർക്ക് കിട്ടി? ആദിക്ക് കിട്ടി. അതുപോലെ വിഷ്ണുവിന് എന്താ കിട്ടി? 4ൽ 1 ഭാഗം കിട്ടി. പിന്നെ മിനിക്ക് എത്ര കിട്ടി? 4ൽ 1 ഭാഗം തന്നെയാണ് കിട്ടിയത്. അപ്പം 4ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, ഇത്രയും പോർഷനാണ് 4ൽ 1. കാലെന്ന് പറയാം, കാല്. അപ്പോൾ എന്താണ്? അരഭാഗം നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു കേക്ക് എടുത്തിട്ട് പകുതിയായിട്ട് മുറിച്ചാൽ എന്താണ്? 1/2 അരഭാഗം. 1/2 അരഭാഗം. ഇതിലെങ്ങനെയാണ്? 4 ഭാഗം, കറക്റ്റ് 4 സമഭാഗങ്ങളായിട്ട് മുറിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? 1/4 ഭാഗം. 1/4 ഭാഗം കിട്ടി. വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം ചേർത്ത് വെച്ചാലോ? ഇപ്പോൾ നമ്മൾ 1/4 നമ്മൾ പഠിച്ചു അല്ലേ. ഇതൊരു 1/4, ഇതൊരു 1/4, ഇതൊരു 1/4. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗം ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ 2ആക്കി 4ആക്കി ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഇതിൽ ഈ ഭാഗം ആർക്ക് കൊടുത്തു? വിഷ്ണുവിന് കൊടുത്തു. ഈ ഭാഗവും വിഷ്ണുവിന് കൊടുത്തു. ഈ ഭാഗം ടീച്ചർ എടുത്തു. അപ്പോൾ ടീച്ചർക്ക് എത്ര ഭാഗം കിട്ടി ഒന്ന് പറഞ്ഞേ. ടീച്ചർക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 4 നമ്മളിവിടെ എഴുതി. 4 ഭാഗത്തിൽ ടീച്ചർക്ക് എത്ര കിട്ടി? 1 2. അപ്പോൾ 2/4 അല്ലേ. 2/4 ടീച്ചർക്ക് കിട്ടി. അതുപോലെ വിഷ്ണുവിന് എത്ര കിട്ടി? 4 ഭാഗത്തിൽ
1 2 2/4 ആർക്ക് കിട്ടി? ടീച്ചർക്ക് കിട്ടി, വിഷ്ണുവിനും 2/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം? ഇത്രയും ഭാഗം ആർക്ക് കിട്ടി? വിഷ്ണുവിന് കിട്ടിയില്ലേ? ഇത്രയും ഭാഗം എന്ന് പറയുന്നതല്ലേ അരഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം 1/2. അപ്പോൾ അര 1/2 അല്ലേ?